അസ്സലാമു അലൈക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് നിങ്ങൾ ഖുർആൻ ഓതുന്ന സമയത്ത് എവിടെയെങ്കിലും സുക്കൂനുള്ള നൂന്, അതുപോലെ തന്നെ തെൻവീനുകൾ, സുക്കൂനുള്ള മീം, ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ചിന്തിക്കണം, ഇവിടെ എന്തോ ഒരു നിയമം ഉണ്ടല്ലോ. ഈ മൂന്നും ഒന്നിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കും പ്രയാസം, എനിക്ക് പറയുമ്പോൾ പ്രയാസം. അതിൽ നിന്ന് ഒന്നിനെ മാറ്റി നിർത്തുകയാണ്, സുക്കൂനുള്ള മീമിനെ മാറ്റി നിർത്തുകയാണ്. അപ്പം ഈ ബാക്കി അതൊക്കെയുണ്ട്, സിമ്പിളാണ്. നൂൻ തെൻവീൻ പറയുമ്പോൾ തന്നെ ഒരുപോലെ തോന്നുന്നില്ല, നൂൻ തെൻവീൻ. അപ്പൊ സുക്കൂനുള്ള നൂനിനെയും തെൻവീനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങൾ മനസ്സിൽ നോട്ട് ചെയ്യേണ്ട ഒരു ലെറ്റർ ഉണ്ട്, ബാ. ബാനെ നോട്ട് ചെയ്യണം. ഓക്കെ, ഈ ബാ എന്ന് പറഞ്ഞാൽ ഒറ്റ ലെറ്ററിനെ നോട്ട് ചെയ്താൽ മതി, വളരെ സിമ്പിളാണ്. അപ്പൊ എന്താ സംഭവം എന്നറിയോ? ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും സുക്കൂനുള്ള നൂന് കാണുക. സുക്കൂനുള്ള നൂന് കാണുമെന്ന് പറയുമ്പോൾ എല്ലാ നൂനിന്റെ മേലെയും ഒരു ഈ വട്ടപൂജ്യം പോലെയുള്ള സുക്കൂന് കണ്ടോളണമെന്നില്ല. ഇവിടെ ചിലപ്പോൾ ഒന്നുമില്ലെങ്കിൽ, ഫത്ഹ കസ്റ ലമ്മ ഒന്നുമില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? സുക്കൂനാണ് എന്നർത്ഥം. ഓക്കെ, അപ്പൊ സുക്കൂനുള്ള നൂന് കാണുകയും അതിനുശേഷം ബാ വന്നാൽ, അല്ലെങ്കിൽ തെൻവീന് കണ്ടു അതിനുശേഷം ബാ വന്നാൽ, തെൻവീനാവട്ടെ സുക്കൂനുള്ള നൂനാവട്ടെ ശേഷം ബാ ആണെങ്കിൽ അവിടെ ചില പരിപാടികളൊക്കെ ഉണ്ട്. എന്താണെന്നറിയോ? ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നോക്കൂ, മിൻ ബഅദി കണ്ടോ, സുക്കൂനുള്ള നൂന് കണ്ടു. സുക്കൂനുള്ള കാണുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ, ഫതഹുല്ല കസ്റുല്ല ലമ്മുല്ല, അപ്പൊ എന്താണ്? സുക്കൂനാണ്. അപ്പൊ മിൻ ബഅദി കണ്ടോ, സുക്കൂനുള്ള നൂന് കണ്ടു, ശേഷം ബ എന്നുള്ള അക്ഷരം വന്നു. ഇനി അടുത്ത് നോക്കൂ, ലനസ്ഫഅൻ ബിന്നാസിയ അല്ലേ? ലനസ്ഫഅൻ തെൻവീന് കണ്ടോ, ശേഷം ബിന്നാസിയ ബാ വന്നു അല്ലേ? അപ്പൊ തെൻവീന്റെ ശേഷവും ബാ വന്നു, പിന്നെ സാക്കിനായ നൂനിന് ശേഷം ബാവും വന്നു. ഇങ്ങനെ സുക്കൂനുള്ള നൂനിന് ശേഷം ബാ വന്നു, തെൻവീന് ശേഷം ബാ വന്നാൽ അവിടെ ആ തെൻവീനിനെയും നൂനിനെയും ക്ലിയർ ആയിട്ട് ഉച്ചരിക്കൂല. ഇതിന്റെ പകരം അതിനെ മറിച്ചിട്ട് മീമാക്കി മാറ്റണം. ശരിക്കും നമ്മൾ മിൻ ബഅദി എന്നല്ല വായിക്കേണ്ടത്. അവിടെ മിൻ എന്ന് പറയില്ല, മിൻ ബഅദി. കണ്ട, ആ നൂനിനെ മീമാക്കി മറിക്കണം. മിൻ ബഅദി, നൂനിനെ മീമാക്കി മറിക്കുക, ഒന്ന് മണിക്കുകയും ചെയ്യുക. മിൻ ബഅദി, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ലനസ്ഫഅൻ ബിന്നാസിയ അങ്ങനെയാണ് വായിക്കേണ്ടത്. പക്ഷെ അവിടെ തെൻവീന് ശേഷം ബാ വന്നുകൊണ്ട് ആ തൻവീനെ മറിച്ചിട്ട് മീമാക്കണം. ലനസ്ഫഅൻ ബിന്നാസിയ, ഇങ്ങനെയാണ് വായിക്കേണ്ടത്. പിന്നെ നിങ്ങളൊക്കെ മിൻ ബഅദി എന്നുള്ളടുത്ത് ആ നൂന ചെറിയൊരു മീം കണ്ടോ, അത് അതിൻ്റെ ഒരു അടയാളാണ്. ആ നൂനെ മറിച്ചിട്ട് മീമാക്കണം എന്നുള്ളതിൻ്റെ അടയാളാണ്. ക്ലിയർ ആണോ? ചുരുക്കി പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബാ കണ്ടാൽ സംശയിക്കണ്ട, ആ നൂനിനെ മീമാക്കി മറിച്ചിട്ട് ഒന്ന് മണിക്കണം. മിൻ ബഅദി. തെൻവീന്റെ ശേഷം ബാ കണ്ടാൽ ഒന്നും ആലോചിക്കണ്ട, ആ തെൻവീനെ മറിച്ചിട്ട് മീമാക്കുക, ഒന്ന് മണിക്കുക. ലനസ്ഫഅൻ